വിനീതേട്ടാ വിനീതേട്ടാ ഇവിടെ ഇവിടെ ചോദിക്കാം വാ. സാർ സാർ ഒരു അക്കൗണ്ടിന്റെ വിവരം അന്വേഷിച്ച് ഞാൻ നേരത്തെ സാറിനെ വിളിച്ചിരുന്നു. വിനീത് കുമാർ അല്ലേ? ആ അതെ സാർ. 50 ലക്ഷത്തിന്റെ ചെക്ക് മാറിയിരുന്നു അല്ലേ? ആ അതെ സാർ. ഞങ്ങൾ ആ അക്കൗണ്ട് ചെക്ക് ചെയ്തിരുന്നു. ഡീറ്റെയിൽസ് മാനേജർ പറയും. വരൂ. സർ, ഇതാണ് അക്കൗണ്ട് ഹോൾഡർ വിനീത് കുമാർ അല്ലേ? അതെ സാർ. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നാ ചെക്ക് മാറിയത്. ഇപ്പൊ അക്കൗണ്ടിൽ പണം ഇല്ലാന്ന് പറയുന്നു. വിനീതേട്ടൻ അതിൽ നിന്ന് 1 രൂപ പോലും എടുത്തിട്ടില്ല സർ. ചെക്ക് മാറി അക്കൗണ്ടിലോട്ട് പണം ട്രാൻസ്ഫർ ചെയ്തിരുന്നില്ല? അതെ, പണം വന്നു മെസ്സേജും വന്നിരുന്നു. ഒന്ന് കാണിക്കുവോ ആ മെസ്സേജ്? $50 ലക്ഷം ക്രെഡിറ്റ് ആയ മെസ്സേജിന് താഴെ ആ പണം അക്കൗണ്ടിൽ നിന്ന് പോയ മെസ്സേജും ഉണ്ടല്ലോ. അത് നിങ്ങൾ കണ്ടില്ലേ? ഇങ്ങട്ടാ വിനീതേട്ടാ. അയ്യോ വിനീതേട്ടാ എന്താ? ഞാൻ ശ്രദ്ധിച്ചില്ല കാവേരി. പണം വന്ന മെസ്സേജ് വീണ്ടും വന്നെന്ന് ഞാൻ കരുതിയത്. സർ, വിനീതേട്ടൻ അക്കൗണ്ടിൽ നിന്ന് പണം എടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ പണം ഡെബിറ്റ് ആവും? അതോ 50 ലക്ഷം ഒറ്റയടിക്ക്? അക്കൗണ്ട് ഡീറ്റെയിൽസ് ആർക്കെങ്കിലും കൊടുത്തിരുന്നു? ഇല്ല സാർ. നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. ഇല്ല സാർ, അങ്ങനൊന്നും ആർക്കും. സാർ, ഇത് ARB ബാങ്കിൽ നിന്നാണേ. വിനീത് കുമാർ സാർ അല്ലേ? അതെ സാർ. ഇത് അക്കൗണ്ട് വെരിഫിക്കേഷന്റെ ഭാഗമായിട്ടുള്ള കോളാണേ. സാറ് ഫ്രീ ആണോ? സാറ്, ഞങ്ങളുടെ ബാങ്കിൽ നിന്നൊരു ചെക്ക് മാറിയിരുന്നില്ലേ? അതെ സാർ. നിങ്ങളുടെ ATM കാർഡിന്റെ പിന്നിൽ ഒരു 16 അക്ക നമ്പർ ഉണ്ട്. അതൊന്ന് പറയാവോ? സാർ 64. ഇപ്പൊ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. അതും കൂടി ഒന്ന് പറഞ്ഞു തരാവോ? വിനീതേട്ടാ എന്താ? സാർ, ഒരാളെ വിളിച്ചിരുന്നു. ആളെന്താ ചോദിച്ചത്? അക്കൗണ്ട് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാ വിളിച്ചത്. എന്നിട്ട് എൻ്റെ ATM കാർഡിലെ പുറകിൽ നമ്പർ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു കൊടുത്തോ? കൊടുത്തു സാർ. ഫോണിലേക്ക് ഒരു OTP വരുമെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു സാർ. എന്നിട്ട് അതും പറഞ്ഞു കൊടുത്തോ? പറഞ്ഞു കൊടുത്തു സാർ. അയ്യോ എന്താ വിനീതേട്ടൻ കാട്ടിയത്? കവരി ഇവരുടെ ബാങ്കിൽ നിന്നാണ് വിളിച്ചത്. ബാങ്കിൽ നിന്ന് അങ്ങനെ ആരും വിളിക്കില്ല. ബാങ്കിൽ നടന്ന പറഞ്ഞത്. അനി അതൊരു തട്ടിപ്പ് കോളായിരുന്നു. അത് മനസ്സിലാക്കാനുള്ള വിവരം പോലും ഇല്ലേ?